ഡോക്ടർ അബ്രഹാം. ദൈവീക ചേതനയറ്റുപോയ മനുഷ്യഗണങ്ങൾക്ക് വചന വഴിത്താര കാണിച്ച് മുന്നേറുന്നയാൾ. ഡോക്ടർ പ്രൊഫഷൻ കൊണ്ട് ദൈവം മഹത്വം വിളിച്ചറിയിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ. ദൈവീകത കാലത്തിൻ്റെ അനിവാര്യതയാണെന്ന് തെളിയിച്ച് ഡോക്ടർ അബ്രഹാം ഗർഭചിത്രത്തിനെതിരെ തുറന്ന കുരിശുയുദ്ധം പ്രഖ്യാപിക്കുന്നു. ജീവന്റെ അംശങ്ങളിൽ അത്രയും ദൈവീക ബോധം നിറച്ചവൾ. ദൈവീക വചനം കൊണ്ട് ജീവിത വഴിത്താരകൾക്കുമേൽ സ്ഫുടം ചെയ്ത് അനുഗ്രഹവർഷം ഏറ്റുവാങ്ങുന്നവൾ. ഭർത്താവിൻ്റെ വചനവീഥികളിൽ കല്ലും മുള്ളും പെറുക്കി മാറ്റി വഴിയൊരുക്കുന്നവൾ. കഴിഞ്ഞ കാലത്തിലെ വേപതുക്കളുടെ വേദനകളെ കർത്താവിൽ അർപ്പിച്ചവൾ. ഇവൾ വേറോണിക്ക. ഒരു ശുശ്രൂഷകന്റെ ഭാര്യ എന്ന നിലയിൽ അവരെപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റുന്നവരായിരിക്കണം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാകണം. എല്ലാറ്റിനും ഉപരിയായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കണം. ഈ ഒരു നിലയിലുള്ള ജീവിതം എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് ചേച്ചി? എല്ലാ രീതിയിലും ഞാൻ പൂർണ്ണ സംതൃപ്തയാണ്. പിന്നെ പുള്ളിയുടെ ജോലി കാര്യത്തിലും പുള്ളിയുടെ ഉള്ള ഉത്തരവാദിത്തങ്ങളിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാ രീതിയിലും പുള്ളിക്കൊരു പരാതി ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് സാധിക്കാറുണ്ട്. മിക്കവാറും അങ്ങനെ ഒരു എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടായെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നത് എന്തിനാ അങ്ങനെ ചെയ്തതെന്നോ ഇതുവരെ ചോദിക്കാനുള്ള ഒരു ഇട ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാം പുള്ളിക്ക് സമയമില്ലാത്തപ്പോഴും വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കാനും എല്ലാം എന്നെക്കൊണ്ട് തമ്പുരാൻ എനിക്കത് ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി. പിന്നെ മിഖായേൽ മാലാഖയാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ളൊരു കൂട്ട്. അങ്ങനെ ഓരോരുത്തരെ കൂട്ടുപിടിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശുശ്രൂഷയുടെ ഭാഗങ്ങളിലേക്ക് ഡോക്ടർ കൂടുതലായി കടന്നു ചെന്നപ്പോൾ എപ്പോഴെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചേച്ചി? സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ പിള്ളേരുള്ളപ്പം നമുക്ക് പിന്നെ എനിക്ക് 9 പിള്ളേരാണ്. ശരിക്കും 3 കൊച്ചുങ്ങളെ അബോർഷനായി പോയി. അന്നേരം അതിൻ്റെ ചിലവുകൾ, നമുക്ക് ആശുപത്രി ചിലവുകൾ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് അസുഖം വന്നാൽ അത് തുടർച്ചയായിട്ട് 6 പേർക്കും ഉണ്ടാവും, അതിൻ്റെ ചിലവുകൾ, പിന്നെ എല്ലാം ഒത്തിരി നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവും. പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം നല്ല സ്കൂളിൽ പറഞ്ഞയക്കണമെങ്കിൽ നമുക്ക് നല്ല ഫീസ് കൊടുത്തേ പറ്റൂ. പക്ഷേ ഒത്തിരി സഹായവും പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പല സമയങ്ങളിലായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിവിടെ കോഴിക്കോട്ടേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പം ബഹുമാനപ്പെട്ട മണ്ണാർത്തറ അച്ഛൻ 2 വർഷം പിള്ളേരെ, ഒരു വർഷം 3 പിള്ളേരെയും ഒരു വർഷം 5 പിള്ളേരെ മുഴുവനായിട്ടും ഫീസില്ലാതെ പഠിപ്പിച്ചു. അന്ന് പുള്ളി ഇവിടെ MD പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വെറും 18,000 രൂപയായിരുന്നു പുള്ളിയുടെ ശമ്പളമായിട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴും പക്ഷേ ഒത്തിരി സഹായവും ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് തമ്പുരാൻ ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. സാമ്പത്തികമായിട്ട് ഒരു വർഷം മുഴുവനും ശമ്പളം കിട്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെ അത് അന്നേരം ശമ്പളം കിട്ടാതിരുന്നപ്പം നമ്മൾ വിചാരിച്ചു ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിലവ് കഴിയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ പോയപ്പം. പക്ഷേ ഒരു ദിവസം പോലും ഒരു ബുദ്ധിമുട്ടും വീട്ടിലെ ഒരു
അരി ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഒരു പട്ടിണിയാവുകയോ അങ്ങനെ ഒരു പ്രതിസന്ധി ഒരിക്കലും വന്നിട്ടില്ല. അതിന് തമ്പുരാൻ ഒരിക്കലും ഇടവരുത്തിയിട്ടില്ല. ആശുപത്രി ചെലവിൻ്റെ കാര്യത്തിലും അച്ഛന്മാർ, ഞങ്ങൾ CMI ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അന്നേരം അവിടെ ഒത്തിരി ഞങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നിട്ടുണ്ട്. വീട് പണിയുടെ സമയത്ത് അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. 6 മാസം പുള്ളിക്ക് ഒരവധിയില്ല. അവധിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഇതുപോലെ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. പക്ഷേ വെറും 6 മാസം കൊണ്ട് അതിമനോഹരമായൊരു വീട് ഞങ്ങൾക്ക് തമ്പുരാൻ പണിയിച്ചു തന്നു. അതിനുവേണ്ടി ഉള്ള ആളുകളെ ഒരുക്കി തന്നു. പലരും മാസങ്ങളോളം പുറകെ നടക്കുമ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ കറണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ കണക്ഷൻ, പിന്നെ വീടിന് നമുക്ക് മഴവെള്ളത്തിൻ്റെ ടാങ്ക് വേണം, അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും, പുള്ളിക്ക് ഒരു പ്രാവശ്യം പോലും ആ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല. അതിനൊക്കെയുള്ള ആളുകളെ തമ്പുരാൻ ഒരുക്കി നിർത്തി. വീടിനടുത്തുള്ള തന്നെയുള്ളൊരു ഷാജി ചേട്ടനുണ്ടായിരുന്നു. പുള്ളിയും പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങളെ ഈ ശുശ്രൂഷയിലൊക്കെ ഒത്തിരി ഞങ്ങളെ സഹായിച്ച ജോസഫ് ചേട്ടൻ, അങ്ങനെ ഒത്തിരി മനുഷ്യരിലൂടെ ഞങ്ങളെ സഹായിക്കുകയും സാമ്പത്തികമായിട്ടല്ലെങ്കിലും ഒത്തിരി അവരുടെ കഴിവുകളിലൂടെ അവർ സഹായിച്ചു. എല്ലാ കാര്യങ്ങളിലും തമ്പുരാൻ്റെ ഒത്തിരി ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. തമ്പുരാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഡോക്ടർ അടുത്തില്ലാതിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ചേച്ചിക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കടമ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ പിള്ളേരെ അതിനുവേണ്ടി ഒരുക്കണം. പിള്ളേരോട് ചാച്ചൻ കുറേ ദൂരെ പോയിരിക്കുകയാണ്. അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ, ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുക. അന്നേരം രാത്രി മിക്കവാറും ഇവിടുന്ന് രാത്രിയായിരിക്കും പോകുന്നത്. തിരിച്ചിങ്ങോട്ടും വളരെ അർദ്ധരാത്രിയൊക്കെ ആയിരിക്കും തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പുള്ളിയെ സംബന്ധിച്ച്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവാം, അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. ദൂര സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ട് ഇപ്പം പണ്ടത്തെ പോലെ പറ്റുന്നില്ല. കൂടെ പണ്ടൊക്കെ ആണെങ്കിൽ ജോൺസൺ പോകത്തെങ്കിൽ പുള്ളിയൊക്കെ കൂടെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉറക്കം വരില്ല. ഇത് ഒറ്റയ്ക്കുള്ളപ്പോൾ അങ്ങനെ ഉറക്കം വരും. അതുകൊണ്ട് അപ്പോൾ എനിക്ക് അതിന് പ്രാർത്ഥിക്കണം, പിന്നെ പിള്ളേരുടെ ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പോഴും നമുക്ക് കൂട്ടായിട്ട് ഈശോയും മാതാവും എല്ലാം ഉണ്ട്. ഈ ഒരു തിരക്കുകളൊക്കെ ഒഴിവാക്കി സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ലോകത്തെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല. കാരണം ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കുള്ള ഒരു സാക്ഷ്യം കൂടെയാണ്, അല്ലേ? ഇപ്പം ഞങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം 3ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു, പിന്നെ 4ാമത്തെ കൊച്ചുണ്ടായി. കഴിഞ്ഞ ദിവസം ചമലിൽ ഒരു ഫാമിലിയിൽ 8 കൊച്ചുങ്ങളുണ്ടായി. അവരുടെ ആദ്യ മാമോദീസയ്ക്ക് ഞങ്ങൾ തന്നെയാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറുടെ ഒരു ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് 8 കൊച്ചുങ്ങളുണ്ടായത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കാരണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിത രീതി കാണുമ്പോഴും പ്രാർത്ഥന കാണും, അങ്ങനെ ഒത്തിരി പേർക്ക് അതൊരു നല്ല സാക്ഷിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ജീവിതം അല്ലാതെ വേറൊരു ജീവിതം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇനി അങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും ദൈവം കരം പിടിച്ച് നടത്തുന്ന ഒരു അനുഭവമാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും പിന്നെ വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും എപ്പോഴും പുള്ളി ഇറങ്ങുമ്പോഴേ പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. എല്ലാ മാലാഖമാരോടും കാവൽ മാലാഖമാരോടും ഒക്കെ വീടിനെ മൊത്തം സംരക്ഷണം ഏൽപ്പിച്ച് അങ്ങനെ വീടിനെ മൊത്തം സമർപ്പിച്ച്, പിന്നെ പുള്ളി ഇറങ്ങുന്ന സമയം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ഇപ്പോൾ ഞായറാഴ്ച ക്ലാസ്സെങ്കിൽ ശനിയാഴ്ച ഇവിടുന്ന് പോകണം. ശനിയാഴ്ച വൈകുന്നേരം എന്തായാലും ആർക്കെങ്കിലും ഒരു ചുമയോ പനിയോ അസുഖം എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഞാനത് ശ്രദ്ധിച്ചോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളീനെ വിടുമ്പം പുള്ളി അത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പോകുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് തമ്പുരാൻ്റെ ഒരു അനുഗ്രഹവും ആ ഒരു ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ആ കരം എപ്പോഴും നമ്മളെ ചുറ്റി പിടിച്ചതുപോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാവും. അങ്ങനെ ഡോക്ടർ എപ്പോഴെങ്കിലും പുറത്ത് പോയിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ആയിട്ട് പുറത്തായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചേച്ചിക്ക് താങ്ങാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും കടുത്ത പ്രതിസന്ധികൾ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് പറയാൻ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ട് തമ്പുരാൻ ആ സമയത്ത് പുള്ളി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് വീണ് ചെറിയൊരു മുറിവുകൾ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ചെറിയൊരു മുറിവ്, സ്റ്റിച്ചിടേണ്ട ഭാഗത്തിലുള്ള മുറിവാണെങ്കിൽ പോലും അത് എങ്ങനെ വലിച്ചു കെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
വിശ്വാസത്തിന്റെ തീക്ഷ്ണ ഭാവങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഏതെങ്കിലും പ്രത്യേക നിമിഷങ്ങൾ ഓർത്തെടുക്കാമോ ചേച്ചി? വിശ്വാസത്തിൻ്റെ തീക്ഷ്ണഭാവങ്ങൾ ജീവിതം മുഴുവൻ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ ഒരു പ്രാവശ്യം അച്ചായന് ഒരു ഒരു കുറച്ച് ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്തൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ ഒരു പ്രോലൈഫിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് ക്ലിനിക്കിലെത്താൻ ഒത്തിരി വൈകി. പിന്നെ പേഷ്യൻ്റ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓടി വാതിൽ തുറന്ന് വേഗം പോയി സ്വിച്ച് അങ്ങിട്ടു. സ്വിച്ച് ഇട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് സ്വിച്ച് ബോർഡിൻ്റെ മുകളിലൊരു പാമ്പ്, ഒരു നല്ല വിഷമുള്ളൊരു പാമ്പ് ഇങ്ങനെ ചുറ്റി പിണഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം സ്വിച്ചിൻ്റെ മുകളിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ, പാമ്പിനെ തട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കൊത്തുമായിരുന്നു. കുറച്ച് ഉള്ളിൽ സ്ഥലമായതുകൊണ്ട് ആശുപത്രി എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. ഇപ്പോഴത്തെ ഈ തിരക്കുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചേച്ചി? തിരക്കുകളെന്ന് പറയാൻ പുറത്തുനിന്ന് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒത്തിരി പണിയുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ദിവസം ചെയ്യുന്ന പണികൾ, അങ്ങനെയുള്ള പണികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പണികളൊക്കെ പിള്ളേർ ചെയ്യും. ഇപ്പോൾ അതുകൊണ്ട് വലിയൊരു ഗുണമാണ്. കാരണം ഇപ്പോൾ അന്തോണി ഏറ്റവും ഇളയ കുഞ്ഞ് അന്തോണി ഉണ്ടായപ്പം സത്യം പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല കൂടെ നിൽക്കാൻ. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് തീരെ സുഖമില്ലായിരുന്നു. പുള്ളിക്കാരി വന്നു, കുറച്ച് ദിവസം നിന്നു. പിന്നെ അച്ചായൻ്റെ പെങ്ങൾ വന്നു. എല്ലാവരും 10 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ സിസേറിയനും ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ പണികളൊക്കെ ചെയ്തു. പിള്ളേർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു പ്രസവ ശുശ്രൂഷ അനുഭവിച്ചത് 6ാമത്തെ കൊച്ചിനെ പ്രസവിച്ചപ്പോഴാണ്. കാരണം അവർ പാലെടുത്ത് കുടിക്കാമേ അങ്ങനെ പറഞ്ഞ് വലിയ പിള്ളേരാകുമ്പോൾ അവരുടേതായ ആ ഒരു എല്ലാ പരിഗണനയും പിന്നെ ജോലി ചെയ്യാനാണേലും എല്ലാ സഹായങ്ങളും നമുക്ക് ലഭിച്ചത് കുഞ്ഞുങ്ങൾ വലുതായപ്പോഴാണ്. അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും സഹകരിച്ച് എല്ലാ ജോലികളും ചെയ്യുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും പള്ളിയിൽ പോകണം. ഒരാൾ എഴുന്നേറ്റ്, ഞാൻ എണീറ്റില്ലേലും 2ാമത്തെ മോള് വന്ന് എന്നെ വിളിക്കും. അവൾ അലാറം വെച്ച് എണീപ്പിക്കും. പിന്നെ എന്നെ വിളിച്ചെണീപ്പിക്കും. പിന്നെ ബാക്കി എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. പിള്ളേരെ ഒരുക്കുന്ന കാര്യത്തിലും ഇപ്പം മോനെ ഒരുക്കുന്നത് മൂത്ത മോളാണ്. പിന്നെ അവനെ കൊണ്ടുവിടാനുള്ള കാര്യം മാത്രം പിള്ളേരെല്ലാവരും ബാഗ് ചുമന്ന് പോകുന്നതുകൊണ്ട് ഞാനത് ചെയ്യും. ശുശ്രൂഷയുടെ തുടക്ക കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ചെറിയൊരു മാരുതി കാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് ഇടവകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ പോകുമ്പം പുള്ളി തലച്ചുമടായിട്ടാണ് കൊണ്ടുപോകാറ് സാധനങ്ങൾ. വലിയ പ്രൊജക്ടറാണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ കുറേ ബുക്സ് ഉണ്ടാവും. അവർ തന്നെ ഇറക്കിയ താമരശ്ശേരി മരിയൻ പ്രോ ലൈഫ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയാക്കിയിട്ടാണ്, ആ പേരിലാണ് തുടങ്ങിയത്. അപ്പോൾ അവരിറക്കിയൊരു തുറക്കാത്ത കണ്ണുകൾക്ക് വേണ്ടി തുറന്ന പുസ്തകം, പിന്നെ പുള്ളി എഴുതിയ ഒരു ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ്റേതും, ഈ 2 ബുക്കും 100 കോപ്പിയൊക്കെ കാണും. അത് തലയിലേറ്റി കൊണ്ടുപോകും. ഞാൻ പറയും അന്നേരം തലയിൽ ഇച്ചിരി മുടിയുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം പുള്ളിക്ക് മുടിയില്ലാത്തതുകൊണ്ട് തല വേദനിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ പറയും. എന്നാൽ അതൊന്നും ഒരു വിഷമമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. അത് അങ്ങനെ അത്രയും സന്തോഷത്തോടെയാണ് അത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വലിയ മല കയറി ഒത്തിരി വലിയ പൊക്കത്തിലുള്ള പള്ളിയാണെങ്കിൽ സ്റ്റെപ്പ് കയറാനും, ആക്സിഡൻറ്റ് പറ്റിയ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. എന്നാൽ അതൊക്കെ തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ച് അത്രയും ആത്മാക്കളെ രക്ഷിക്കാമല്ലോ എന്നുള്ള ആ ഒരു രീതിയിലെടുത്ത് അങ്ങനെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നെന്ന് പറയുമ്പം നമുക്ക് യാത്രാ സൗകര്യങ്ങൾ കൂടി. പിന്നെ ഞങ്ങൾക്കാണേലും കാറുണ്ട്. പിന്നെ പുള്ളിക്കാണേലും അങ്ങനെ എവിടെയെങ്കിലും ഏറ്റിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. സാധനങ്ങളെല്ലാം അവിടെയുണ്ട്. കമ്പ്യൂട്ടറുണ്ട്. ഇപ്പോൾ പ്രൊജക്ടറൊന്നും ഉപയോഗിക്കാറേ ഇല്ല. അപ്പം അങ്ങനെയുള്ള പല സൗകര്യങ്ങളും ഇന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു കിട്ടി എന്നല്ലാതെ പിന്നെ ക്ലാസ് എടുക്കാൻ പോകുമ്പം ലീവില്ലാത്ത സാഹചര്യമായിരിക്കും. അപ്പം ചിലപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ ആയിരിക്കും തിരിച്ച് വീട്ടിലെത്തുന്നത്. ഒരു മണിക്കൂറൊക്കെ കഷ്ടിയാണ് ഉറങ്ങാറ്. പിന്നെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ട ആവശ്യം വരും. ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ 85 കിലോമീറ്റർ ദൂരെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരെ എത്തണമെങ്കിൽ ഇവിടുന്ന് ഒരു 6:30 പുറപ്പെട്ടാലേ അവിടെ വരെ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ജോലി ഇതെല്ലാം കൂടെ വളരെ കൂടിച്ചേർന്ന് അങ്ങനെയാണ് പോകുന്നത്. തമ്പുരാൻ കൊണ്ടുവന്നിടത്തോളം കൊണ്ടുപോകട്ടെ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം നമുക്ക് ചെയ്യാം. തമ്പുരാൻ നിർത്തിക്കുമെന്ന് പറയുമ്പോൾ ഒരു സമയമുണ്ട്. ആ സമയം വരെ ഞാൻ ഓടും എന്ന് പറഞ്ഞാണ് എപ്പോഴും ആ ഒരു ബലത്തിലാണ് പോകുന്നത്. ഈ തിരക്കുകൾക്കെല്ലാം ഇടയിലും ഡോക്ടറുടെ ശുശ്രൂഷകൾക്ക് കൂട്ടായി പ്രചോദനമായി ചേച്ചി കൂടെ നിൽക്കുന്നു. ഇത് നമ്മുടെ ഇടയിലുള്ള ശുശ്രൂഷകർക്കെല്ലാം ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഈ വേറോനിക്ക പ്രോഗ്രാം കാണുന്ന മറ്റനേകം വേറോനിക്കന്മാരുണ്ട്. അവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഒരു ഭാര്യയുടെ കടമ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വിവാഹമെന്ന വിവാഹ വാഗ്ദാനത്തിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രേസ്, ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്ന ആ ഒരു
അത് ഞാൻ തുടർച്ചയായി കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഒരു ഭാര്യ ഭർത്താവിൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുകയാണ് വേണ്ടത്. വചനപ്രഘോഷണത്തിനാണേലും എന്ത് കാര്യത്തിനാണെങ്കിലും പുള്ളി ദൈവത്തിനോട് ചേർന്ന് അങ്ങനെ അത് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പുറകോട്ട് വലിക്കാതെ അത് ആ കൂടെ നിന്ന് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പുറകോട്ട് വലിച്ചാലൊരിക്കലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി നഷ്ടം ഉണ്ടാകാം, നമ്മുടെ സമയം ഒത്തിരി പോകും, കുടുംബത്തിൽ ഒത്തിരി അത് മക്കൾക്ക് ഒത്തിരി ഒരു ചാച്ചൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും അതൊരിക്കലും നമ്മൾ ദൈവത്തോട് ചേർന്ന് പോകുമ്പോൾ നമുക്കതൊന്നും ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഭർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക, പ്രാർത്ഥിക്കുക, എപ്പോഴും ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് കൂടെ നിൽക്കുക. അതാണ് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. എൻ്റെ പിതാവേ, നിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടരുന്നു ഞാൻ. ഇടറി വീഴുന്ന എന്നെ നിന്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്നതും ഞാൻ അറിയുന്നു. നാഥ, നിന്റെ ചുടുരക്തം കൊണ്ട് ലോകത്തിൻ്റെ പാപം നീ കഴുകി. നിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ പിതാവേ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ ഇടർച്ചകളിൽ നീ എനിക്ക് തുണയാണെന്ന് ഞാൻ അറിയുന്നു. നാഥ, ഈ ജീവിതം നിന്നോട് ചേർന്ന് ആത്മീയതയുടെ നിറവേകാൻ നീ എന്നെ കൂടെ കൂട്ടേണമേ. നിനക്കായി ഇനി ജീവിക്കുവാൻ, നിനക്കായി ഇനി